രാജ്യമെങ്ങും ഗണേശോത്സവം ആഘോഷിക്കുന്ന തിരക്കിലാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗണേശ പൂജയുടെ ഭാഗമായി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ വീട്ടിലെത്തുകയും ഗണേശ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയുടെ തനതായ തൊപ്പി ധരിച്ച് നരേന്ദ്രമോദി ഈ പൂജ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ വൈറലാകുകയും ചെയ്തു. പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റിലൂടെ ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴിത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവുമൊക്കെ ഇതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ജുഡീഷ്യറിയുടെ സുതാര്യതയ്ക്ക് കളങ്കം വരുത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഒരു കേസുണ്ട്, ആർട്ടിക്കിൾ 10 സംബന്ധിച്ചൊരു കേസ് നിലനിൽക്കുന്നു. അത് ഒരുപക്ഷെ ഇലക്ഷൻ കഴിയുന്നത് വരെ മാറ്റിവെക്കുമായിരിക്കുമെന്ന് പറഞ്ഞ് അപഹസിക്കുകയാണ് ചെയ്യുന്നത് കോടതിയെ. ഒപ്പം തന്നെ കോൺഗ്രസ് പറയുന്നത് ഇത്തരം ഒരു കോടതിയിൽ നിന്ന് എങ്ങനെ നീതി ലഭിക്കും എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇതിന് മറുപടിയുമായി BJP രംഗത്തെത്തിയിരിക്കുന്നു. BJP പറയുന്നത് ഗണേശോത്സവം മാത്രമല്ല, പല ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കാറുണ്ട്, മറ്റുള്ളവരും പങ്കെടുക്കാറുണ്ട്. ആ സമയത്ത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ സന്ദർശിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പൂജയും ഈ സംസ്കാരവുമൊക്കെ വേണ്ട എന്ന് പറയുന്നവർ കോടതിക്കെതിരെ കുറ്റം ചുമത്തുകയും അത് തകർക്കാൻ ശ്രമിക്കുകയുമാണ് എന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. ഏതായാലും ഈ ഗണേശ ഉത്സവ കാലഘട്ടമാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെങ്ങും. അതിൻ്റെ ഭാഗമായി പരസ്പരം വീടുകളിലേക്ക് എത്തുകയും സമ്മാനങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ പോലും ഓണമായാലും പെരുന്നാളായാലും ഒക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിലൊരു പതിവ് സന്ദർശനമാണ്. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമായ കാര്യമാണ്. ഒന്ന്, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനത്തിൽ ഏതാണ്ട് 60 ദിവസത്തിൽ താഴെ മാത്രമേ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനുള്ളൂ. ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനവും മഹാരാഷ്ട്ര തൊപ്പി ധരിച്ചുള്ള ഈ പൂജയുമൊക്കെ. അതായിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. മറ്റൊന്ന്, ജുഡീഷ്യറിക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റം എന്ന രീതിയിൽ അതിനെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുക, അതും പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യമാകാം. ഏതായാലും ഗണേശോത്സവത്തിൻ്റെ പൂജ പൊടിപൊടിക്കുമ്പോൾ അതിനിടയിൽ അല്പം വിവാദവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.